എനിക്ക് എല്ലാ സ്റ്റേഷൻസും ചലഞ്ചിങ് ആയിരുന്നു. പക്ഷേ എനിക്ക് സ്റ്റേഷൻസ് ചലഞ്ചിങ് ആണെങ്കിൽ പോലും പക്ഷെ അത് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം അതെനിക്ക് ഇവാസിലൊരു ട്രെയിനിങ് കൊണ്ട് മാത്രമാണ് പറ്റിയത്. ജോഷുവ ചാപ്റ്റർ 1 വേഴ്സസ് 5-9. നിന്റെ ആഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. എൻ്റെ പേര് ക്ലാര. വീട് പാലാ മരങ്ങാട്ടുള്ളിയിലാണ്. ഞാൻ ഇവാസിലെ റീസെൻറ്റ് ഓസ്കി വിന്നറാണ്. ഞാൻ ഇവാസിൽ ഓൺലൈൻ സെക്ഷൻസും ഓഫ്ലൈൻ സെക്ഷൻസും എടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 2-ാം തീയതി ആയിരുന്നു എൻ്റെ ഐക്യം കഴിഞ്ഞത്. അപ്പോൾ തൊട്ട് ഞാനാണെങ്കിൽ ഏതാണ് ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, എവിടെ ഓസ്കി പഠിക്കണമെന്ന് ഇങ്ങനെ നെറ്റിലൊക്കെ നോക്കുമായിരുന്നു. അപ്പം എൻ്റെ ആത്മീയ ഗുരുക്കന്മാർ ഫാദർ സെബാസ്റ്റ്യൻ, ഫാദർ തോമസ്, ഫാദർ ജസ്റ്റിനോട് പറയായിരുന്നു, നീ നന്നായിട്ട് വർക്ക് ഹാർഡ് ചെയ്യണം, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം, അപ്പം നിനക്ക് ഉറപ്പായിട്ടും വിജയം വരിക്കാൻ പറ്റും, പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയായിരുന്നു. അങ്ങനെ ഞാൻ നന്നായിട്ട് ഇപ്പം പ്രാർത്ഥിച്ചു. അന്തോണിസോണിയോടും മികാമലോടും പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ദിവസം നോക്കുമ്പം ഇങ്ങനെ ഇവാസിലെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഇവാസ് എന്ന് പറഞ്ഞ അക്കാഡമിയുണ്ട്. അങ്ങനെ ഞാൻ സോണി മാഡത്തിനെ കോൺടാക്ട് ചെയ്തു. ഒക്ടോബർ 22-ാം തീയതി ആയിരുന്നു മാമിനെ കോൺടാക്ട് ചെയ്ത്. ഫ്രം ഒക്ടോബർ 22 ഓൺവേർഡ്സ് ഇപ്പോൾ വരെ എല്ലാത്തിലും മാമിനെ സപ്പോർട്ട് ചെയ്തു. ഓസ്കിയുടെ കാര്യത്തിലായാലും ശരി, പേഴ്സണൽ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എപ്പം വേണേലും മാമിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ ജനുവരി 10-ാം തീയതിയാണ് ഓൺലൈൻ സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഫെബ്രുവരി 6 ദിവസം, മാർച്ച് 6 ദിവസം ഓഫ്ലൈൻ എടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടും ഒരു പേഴ്സണൽ ഇഷ്യൂസ് വന്നതുകൊണ്ടും എനിക്ക് ഫെബ്രുവരി 3 ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ മാർച്ചിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. ഞാൻ ടോട്ടൽ 10 ഡേയ്സ് സെക്ഷനായിരുന്നു എടുത്തത് ഓഫ്ലൈന്. അപ്പം നമ്മൾ ഓൺലൈനിൽ ചെന്നിട്ട് നമ്മൾ ഓഫ്ലൈനോട്ട് ചെല്ലുമ്പോൾ ഓൺലൈനിൽ നമുക്ക് ഒരു മാസം കൊണ്ട് 10 സ്റ്റേഷനെ പറ്റി ഒരു ഡീറ്റെയിൽ വ്യൂ മാം നമുക്ക് പറഞ്ഞു തരും. എന്നിട്ട് എനിക്കും എല്ലാവരെ പോലെ ഞാനൊരു ഫ്രഷറാണ്. സോ എനിക്കും അറിയത്തില്ലായിരുന്നു എങ്ങനെ നമുക്ക് വരും 10 സ്റ്റേഷൻസ് ആകുമ്പോൾ ബേർഡൻ ആവുമോ, കിട്ടുമോ, കാരണം നമ്മൾ ഇത്രയും പൈസ മുടക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു എക്സാം, ഞാനാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവുന്നത്. സോ എക്സാം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയും. അപ്പം ഞാൻ മാമിനോട് ആ ഒരു ആവശ്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ എത്ര വേണമെങ്കിലും വർക്ക് ഹാർഡ് ചെയ്യാം, പക്ഷേ എനിക്ക് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടണം എന്നുള്ളത്. അപ്പം നമ്മൾ വർക്ക് ഹാർഡ് ചെയ്യും, ഒപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 10 സിനാരിയോയും നമ്മുടെ എക്സാമിന് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മൂവാറ്റുപുഴയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഡേ ഞാൻ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഇവാസിലെ ഓഫ്ലൈൻ ട്രെയിനേഴ്സ് അനു മേഡം, ആൻ മേഡം, അനിറ്റ് മേഡം, സോണിയ മേഡം, അഖില മേഡം, എനിക്കറിയത്തില്ല, കാരണം നമ്മൾ ഒരാളായിട്ടാണ് അവർ നമ്മളെ മനസ്സിലാക്കുന്നത്. കാരണം ഈച്ച് ആൻഡ് എവറിത്തിങ് പറഞ്ഞു തരും, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അറ്റൻഷൻ തരും, നമുക്ക് എവിടെയാണോ വീക്കായിട്ടുള്ളത് അവിടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു തരും. അപ്പം നമുക്ക് അങ്ങനെ ബേർഡനായിട്ട് തോന്നത്തില്ല. നമുക്ക് എല്ലാ ദിവസവും എല്ലാ സ്റ്റേഷനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇൻഡിവിജ്വലായിട്ട്. കാരണം അവർ കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ മാത്രം അറ്റ് എ ടൈമിൽ എടുക്കുകയുള്ളൂ. സോ അതൊക്കെ എനിക്ക് നന്നായിട്ട് ബെനിഫിറ്റ് ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് അങ്ങനെ മോർണിംഗിൽ അവർ നമുക്ക് സ്നാക്സ് തരുന്നുണ്ട്, ലഞ്ച് ബ്രേക്ക് ഉണ്ട്, ഈവനിങ് സ്നാക്സ് ഉണ്ട്. സോ നമുക്ക് ഇടയ്ക്ക് റെസ്റ്റും കൂടെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ബേർഡൻ തോന്നില്ല. പിന്നെ നമ്മുടെ കൊളീഗ്സ് ആയാലും നമ്മുടെ കൂടെയുള്ളവരായാലും അങ്ങനെ ഒരാൾ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ടീവ് എൻവയൺമെൻ്റ് ആയിരുന്നു. കാരണം ഓൺലൈനിൽ പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആയിരിക്കും, എങ്ങനെയാകും, കാരണം നമ്മൾ ഈ ഡൂയിങ് സെക്ഷൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാവുന്നു. പക്ഷെ നമ്മുടെ ഓഫ്ലൈൻ ട്രെയിനേഴ്സ് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഏത് പാതിരാത്രി വിളിച്ചാലും നമ്മുടെ ഇപ്പോൾ സോണി മേഡം ആയാലും ശരി, നമ്മുടെ ഓഫ്ലൈൻ ട്രെയിനേഴ്സ് ആയാലും ശരി, അവരെ സപ്പോർട്ടീവാണ്. എപ്പം വേണമെങ്കിലും എന്ത് സംശയം, എന്ത് പൊട്ടത്തിലായാലും ശരി അവർ പറഞ്ഞു തരും. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് ഫെബ്രുവരി 3 ദിവസം ഞാൻ അറ്റൻഡ് ചെയ്തു. പിന്നെ മാർച്ചിൽ 7 ദിവസമായിട്ടായിരുന്നു. അപ്പം ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും എനിക്ക് ക്ലാസ് കൂടാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ അനിറ്റ ചേച്ചിയും ക്ലിൻറ്റൺ ചേട്ടനും ഒക്കെ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇവാസിലെ അക്കോമഡേഷനായിരുന്നു എടുത്തത്. അപ്പം ഇവാസിലെ അക്കോമഡേഷനും ഒക്കെ അവരെന്നെ നന്നായിട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ്ങിന് അവരെന്നെ ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് 10 o'clock സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ നമുക്ക് 9 o'clock വേണമെങ്കിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടംപോലെ സമയം പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സമയമുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു ഹെൽപ്ഫുൾ ജേർണി ആയിരുന്നു. അതായത് നമുക്ക് എക്സാം വരുമ്പോൾ തന്നെ എക്സാമിന് ടെൻഷനുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ഏതൊരു സിറ്റുവേഷൻ വന്നാലും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അവർ നമ്മളെ ഇവാസി പഠിപ്പിക്കും. സോ എനിക്ക് ഏപ്രിൽ 16 ആയിരുന്നു എക്സാം. പക്ഷേ നമ്മുടെ ടിക്കറ്റ് ഫെയർ ഒക്കെ ആ സമയത്ത് കൂടുതലായതുകൊണ്ട് എനിക്ക് നേരത്തെ വരേണ്ടി വന്നു. പക്ഷേ ഇവിടെ വന്നിട്ടും സോണി മേഡം ആയാലും ശരി, നമ്മുടെ ഓഫ്ലൈൻ ട്രെയിനേഴ്സ് ആയാലും ശരി, ഞാൻ എപ്പോഴും കോൺടാക്ട് ചെയ്യുമായിരുന്നു. ആ സമയത്താണ് സിനാരി ചേഞ്ച് വന്നത്. സോണി മേഡം അന്ന് തന്നെ ഞങ്ങൾക്കൊരു ഗൂഗിൾ മീറ്റ് വിളിച്ച് പറഞ്ഞു തന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അഖില മേഡവും അതുപോലെ തന്നെ അനിറ്റ് മേഡവും ഒക്കെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഡെമോ കാണിച്ചു തന്നു. അപ്പോൾ ശരിക്കും അതൊക്കെ ഹെൽപ്ഫുള്ളായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കാരണം ആ സമയത്ത് സിനിമ ചേഞ്ച് എങ്ങനെയാവും എന്തോ, പക്ഷേ അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എന്നിട്ട് വൺസ് എക്സാമിന് ചെന്നപ്പോഴത്തേനും നമുക്ക് സെയിം സിനാരിയോസ് ആയതുകൊണ്ട് അതുപോലെ നമ്മൾ ഈ 10 സ്റ്റേഷൻ നമ്മുടെ ഓഫ്ലൈൻ അതേപോലെ തന്നെയാണ്, നമുക്ക് അങ്ങനെ ഒരു പേടി തോന്നിയില്ല. പക്ഷേ എക്സാം ഫിയറും ടെൻഷനും ഉണ്ട്, അത് ശരിയാണ്. അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഇവ സോണിമേടത്തോടൊക്കെ പറയുന്നത് എനിക്ക് ഫസ്റ്റ് വൂൺ ഡ്രസ്സിങ് വേണമെന്ന്. അപ്പോൾ എനിക്ക് വൂൺ ഡ്രസ്സിങ് തന്നെ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ വൂൺ ഡ്രസ്സിങ്ങിലാണ് ചെയ്തത്. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, ഓക്കെ സാരില്ല, കാണും നിനക്ക് ബാക്കി സ്റ്റേഷൻസ് ഉണ്ട്. അപ്പം പിന്നെ ഞാൻ ഓർത്തു, കാരണം നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, എന്തെന്നാൽ ബലഹീനതയിലാണ് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്. സോ അപ്പം ഞാൻ ഓർത്തു, ഓക്കെ എൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിച്ചോളൂ. അപ്പം ഞാൻ പരിശുദ്ധാത്മാവിനെയും കാവൽമാലാകിനെയും അന്തോനിസോണ്ടൊക്കെ കൂട്ടുപിടിച്ചാണ് ഓരോ സ്റ്റേഷനെയും കയറിയത്. ഈവൻ എനിക്ക് എല്ലാ സ്റ്റേഷൻസും ചലഞ്ചിങ് ആയിരുന്നു. പക്ഷേ എനിക്ക് സ്റ്റേഷൻസ് ചലഞ്ചിങ് ആണെങ്കിൽ പോലും പക്ഷെ അത് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം അതെനിക്ക് ഇവാസിൽ ഒരു ട്രെയിനിങ് കൊണ്ട് മാത്രമാണ് പറ്റിയത്. കാരണം മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്, പക്ഷേ അതപ്പം നമ്മൾ അക്നോളജ് ചെയ്യുക. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ പേഷ്യൻറ്റിന് പ്രയോറിറ്റി കൊടുക്കുക, പിന്നെ അക്നോളജ്, എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്നോളജ് ചെയ്യുക, പിന്നെ ഹാൻഡ് വാഷിങ്, ഇത് മൂന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാതി കടമ്പ കഴിഞ്ഞു. അങ്ങനെ ഇവർ എക്സാം കഴിഞ്ഞിട്ടായാലും നല്ല ടെൻഷനും പേടിയുണ്ടായിരുന്നു, എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. കാരണം ചില സ്റ്റേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, ചില സ്റ്റേഷൻസ് ഇൻകംപ്ലീറ്റ് ആയിരുന്നു. പക്ഷേ ചെയ്യുന്ന സ്റ്റേഷൻസൊക്കെ പക്കയായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓർത്ത് നമ്മൾ മനുഷ്യരാണ്, നമുക്ക് തെറ്റ് പറ്റും, പക്ഷേ അത് അക്നോളജ് ചെയ്യുക. പിന്നെ ഈ ദിവസങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക, കാരണം നമുക്ക് ദൈവത്തെ കൂടെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തത് അന്തോനിസോണിയാളുടെ നൊവേന ചൊല്ലുമായിരുന്നു, മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന, പിന്നെ എക്സാമിന് മുമ്പ് 21 ഡേയ്സ് ഡാനിയൽ ഫാസ്റ്റിംഗ്. അത് എന്നെ സംബന്ധിച്ച് എഫക്റ്റ്. കാരണം എൻ്റെ ജീവിതത്തിൽ 2020 തൊട്ട് ഞാനൊരു പ്രതീക്ഷിക്കുന്നതാണ് ഒരു എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവണമെന്ന്. കാരണം ഒത്തിരി എക്സാം ഫെയിലായി ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഇപ്പോൾ എക്സാംസ് എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഫെയിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണം, ഒരിക്കലും നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യരുത്, പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ടും പരിശ്രമിക്കുക. കാരണം നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തിയ ദൈവം നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ ഉയർത്തുന്ന ഒരു ദിവസം വരും. കാരണം 2020 തൊട്ട് തോറ്റ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു എക്സാം പാസ്സാവുന്നത്. സോ ആരെങ്കിലുമൊക്കെ എക്സാം ഫെയിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോവുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നമ്മുടെ ഇവാസിലെ ട്രെയിനേഴ്സ്, എനിക്ക് തോന്നുന്നു ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ ഒരു അക്കാഡമിയാണ് ഇവാസ് അക്കാഡമി. ഇപ്പം എല്ലാ കാര്യത്തിനും ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് അപ്രോച്ച് ചെയ്യാം, ഉറപ്പായിട്ടും നമുക്ക് അവർ പറഞ്ഞു തരും. അപ്പോൾ ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും, ഇനി ഓസ്കി പഠിക്കാൻ പോകുന്നവരോടും എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഇവാസ് അക്കാഡമി നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ പറ്റും, ഉറപ്പായിട്ടും. അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ദ അപ്കമ്മിങ് സ്റ്റുഡൻസ്. അതുപോലെ ട്രെയിനേഴ്സിനും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അതുപോലെ എൻ്റെ ഈശോയോടും അമ്മ മാതാവിനോടും തോമസ് ലിഹായോടും അന്തോനിസ് ഉണ്ണിയാളിനോടും മിഖായേൽ മാലാഖയോടും എല്ലാവരോടും നന്ദിയുണ്ട്. എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു എക്സാം പാസ്സാകാൻ പറ്റി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. സോണി മേഡത്തിനോടും എല്ലാ ട്രെയിനേഴ്സിനോടും ഒരുപാട് നന്ദി.